ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരടിപൊളി, അതായത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നമ്മളുടെ ചീസ് കേക്കാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രം പോലെ നമ്മൾ ഒരു തവണ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവർ ആയിട്ട് ആരും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. നല്ലൊരു പുഡിങ്ങെന്നോ കേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പുഡിങ്ങെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ വായിലിട്ടാൽ ഒത്തിരി ലൂസായിട്ടിരിക്കും. അത്രയല്ല, നമുക്കത് പീസാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചീസ് കേക്ക്. അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ജലാറ്റിൻ, അത് 2 ടേബിൾ സ്പൂണോളം ജലാറ്റിൻ ഞാനത് തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടെ മാംഗോയുടെ ചീസ് കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമ്മളുടെ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ഏത് ഫ്രൂട്ട്സും, പിന്നെ അതിൻ്റെ റേറ്റൊക്കെ നോക്കിയിട്ട് ഏതാണോ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളെടുത്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സോസ് പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു വലിയ നാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ നീര്, പിന്നെ ഒരു പിഞ്ചുപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ തിളച്ച് വരുമ്പോഴേക്കും, ഒരുപാട് കട്ടിയാവണ്ട, കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ വരുമ്പോഴേക്കും ഒന്ന് തിളക്കുമ്പോൾ കാണുന്നില്ലേ, ആ ഒരു രീതി വരുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അത് തണുക്കട്ടെ അവിടെ ഇരുന്ന്. ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് ലെയർ, ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ലെയറാണ് വരുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗുഡ് ഡേയുടെയാണ്. അതിൻ്റെ ഒരു ബട്ടർ അടങ്ങിയിട്ടുള്ള ആ ഒരു കാഷ്യൂയൊക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോ റൂട്ടോ അതല്ലെങ്കിൽ ബിസ്കോഫിയോ അങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് എത്രയാണോ നമ്മളുടെ പറഞ്ഞിരിക്കുന്ന ആ റേറ്റ് അനുസരിച്ചുള്ള നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ബട്ടറാണ്. ബിസ്ക്കറ്റിലേക്ക് നമ്മൾ ഇപ്പോൾ 100 ഗ്രാം എന്ന് പറയുന്നത് ആദ്യം ഞാൻ 1/4 ഭാഗം എടുത്തെങ്കിലും ബാക്കി ഫുള്ളായിട്ട് തന്നെ ആ 100 ഗ്രാം ഫുള്ളായിട്ട് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തു. എന്നിട്ടത് ഫുള്ളായിട്ട് തന്നെ ആ ബിസ്ക്കറ്റിലേക്ക് പൊടിച്ചതെന്ന് പറഞ്ഞാൽ ചെറിയൊരു തരി പോലെയുള്ള, അത് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ക്രഷ് ചെയ്തെടുത്തത് മിക്സിയിൽ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അതായത് നമ്മൾ കൈ കൂട്ടി ഇങ്ങനെ പിടിച്ചെന്നാൽ ആ ബിസ്ക്കറ്റ് പിടിക്കാൻ പറ്റണം എന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പിടിക്കുന്ന രീതിയിലായി കഴിയുമ്പോഴേക്കും നമ്മൾ എന്തിലാണോ സെറ്റ് ചെയ്യുന്നതിൽ അതിലേക്ക് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്യാം, സെപ്പറേറ്റ് നമ്മൾ ആ മോൾഡിൽ നിന്ന് മാറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ മതി എന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മളത് മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു കേക്ക് പോലെ ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാനത് സെപ്പറേറ്റ് മാറ്റുന്നില്ല. ഇതേപോലെയുള്ള ഒരു ടിന്നിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ദൂരം യാത്ര ചെയ്യാനുള്ളതായതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. എന്നിട്ടത് ഫസ്റ്റ് ലെയർ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മളത് ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ക്രീം ചീസ് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പഞ്ചസാരയും, പിന്നെ അതിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും, ഫ്രഷ് ക്രീം വേണ്ടവർക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. അത്രയും ചേർത്ത് ഇതേപോലെ നല്ല ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഒരു ക്രീമി ടെക്സ്ചർ. അത് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ, വായിലിട്ടാൽ അത്ര നല്ല അലിഞ്ഞു പോകുന്ന ഒരു ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോയുടെ മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത്, അത് ഞാൻ ഫുള്ളായിട്ട് ആഡ് ചെയ്തിട്ടില്ല, ഹാഫ് പോർഷനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഹാഫ് പോർഷൻ നമുക്കതിന് മേലയിൽ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് നന്നായിട്ട് ഇതേപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജലാറ്റിൻ അതും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ടും ജലാറ്റിനും എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല, ഞാനിപ്പോൾ പുതിയ നമ്മളുടെ അതിൻ്റെ എക്സ്പയർ ഡേറ്റൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്, പഴകിയതൊന്നും എടുക്കരുത്. അതിപ്പോൾ പുതിയതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ജലാറ്റിൻ മെൽറ്റ് ചെയ്ത അതിന് 1/4 ഭാഗം ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 1/4 ഭാഗം നമുക്ക് മാംഗോയുടെ മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ആയിക്കോളും. ഈ ലൂസ് കാണുമ്പോൾ നമുക്ക് തോന്നേണ്ട വളരെ ലൂസായി പോകുന്ന കറക്റ്റ് ടെക്സ്ചറാണിത്. നമ്മൾ നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് സെറ്റ് ആയിക്കോളും ഇത്. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് എടുത്ത് കാണിച്ച് കട്ട് ചെയ്ത് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഓർഡറുമാണ്, മാത്രമല്ല അവർക്കൊരു ടിന്നിൽ സെറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു കൊടുത്തത്. എന്നിട്ട് അതങ്ങോട്ട്
അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയറായിട്ടുള്ള ബിസ്ക്കറ്റ് അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതിനുശേഷമാണ് അത് വളരെ തിൻ ലെയറേ നമ്മൾ ചെയ്തെടുക്കാവൂ. ബിസ്ക്കറ്റിൻ്റെ കൂടുതലും ക്രീം ചീസാണ് നമ്മൾക്ക് വേണ്ടത്. അതിൻ്റെ ആ ഒരു ലെയറാണ് കട്ടിയായിട്ട് വേണ്ടത്. അത് നമ്മൾ നന്നായിട്ട് ഒഴിച്ച് സെറ്റാക്കാൻ വെക്കുക ഫ്രിഡ്ജിൽ. അതിനുശേഷം നമ്മളുടെ തേർഡ് ലെയറായിട്ടുള്ള മാംഗോയുടെ ആ പൾപ്പിലേക്ക് ബാക്കിയുള്ള ജെലാറ്റിൻ ഒഴിച്ചിട്ട് ഇതേപോലെ, അതും ഇതിനേക്കാൾ കുറച്ച് ചെറിയ ലെയറാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഒരുപാട് തിക്കായിട്ടുള്ള. കാണുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ആ ഒരു ഗ്ലാസിൻ്റെ സൈഡ് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. അത്രയും തിന്നായിട്ടുള്ള ലെയറിലാണ് കൊടുക്കുന്നത്. നന്നായിട്ട് സെറ്റായി കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ പേരും എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള ഡെക്കറേഷൻ, ഇപ്പോൾ മാംഗോയും ചെറിയായിട്ട് ഞാനിങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള, നല്ല വായിലിട്ടാൽ നമുക്ക് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള നമ്മുടെ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാതെ ഇരിക്കരുത്, ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.